ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി കോവിലകത്തെ സ്പെഷ്യലായിട്ടുള്ള ആ ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. കുറേ ആയി ഒരു മാമ്പഴ പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു മാങ്ങ കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു മാങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലോണം പഴുത്ത മാങ്ങയാണ്. വലിയ മാങ്ങ വെച്ചിട്ടും അതുപോലെ തന്നെ മാങ്ങ ചെറുതായിട്ട് പീസാക്കിയിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുക്കാറുണ്ട്. ഇനിയൊരു മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നമ്മളൊന്ന് മാങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചെടുക്കൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് അടച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങോട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഒന്ന് കുറച്ചൊന്ന് വെന്ത് വന്നാൽ അതായത് ആ ഒരു വെള്ളമൊക്കെ ഏകദേശം അങ്ങനെ വറ്റി വന്നാൽ നമുക്കതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി നല്ലോണം അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ആ ഒരു ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നെയ്യാണ് ഇതിൽ ഹൈലൈറ്റ് കേട്ടോ. ഇത് നെയ്യിൽ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയൊരു ശർക്കരപ്പാനിയൊക്കെ നല്ലോണം ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം ആ ഒരു മാങ്ങ നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ. ആ ഒരു ശർക്കരപ്പാനൊക്കെ ഏകദേശം ഇങ്ങനെ കുറുകി വരും. ആ ഒരു സമയം നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കുറച്ച് തൈരാണ്, കട്ടത്തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായത്. ഇനി പുളിയുള്ള തൈരാണെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ തൈരും തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാനിവിടെ കുറച്ചുകൂടി കൂട്ടിയെടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് കുറച്ച് എരിവ് വേണം. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടിയും ചേർത്തിട്ട് നല്ലോണം നമുക്കൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മാമ്പഴ ഇതുപോലെ നല്ലോണം വെന്ത് ഇങ്ങനെ കുറുകി വരുന്നതായിട്ട് കാണാം. ആ ഒരു ശർക്കരപ്പാനൊക്കെ ഏകദേശം ഇങ്ങനെ വറ്റി വരുന്നതായിട്ട് കാണാം കേട്ടോ. അങ്ങനെ വരുന്ന ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു അരപ്പ് ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചതിന് ശേഷം നല്ലോണം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഈ ഒരു അരപ്പ് ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ആ ഒരു മിക്സിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിട്ടോ. ഇത് ഒരുപാട് അങ്ങ് കുറുന്നനായി പോകരുത്, എന്നാൽ നല്ല ലൂസായി പോകും വേണ്ട. അങ്ങനെ വേണം നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി കിട്ടാനായിട്ട്. ഇത് ഇരിക്കും തോറും ഒന്നുകൂടി കുറുകി വരും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങ് ലൂസാക്കി എടുത്താൽ മതി. ഇനി ഈ ഒരു സമയം തന്നെ നമുക്കതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടെ. അതിൻ്റെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്കതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വറവിടണം. ഇനി വറവിടാനായിട്ട് നെയ്യൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നെയ്യിൽ തന്നെ വറവിടണേ, വെളിച്ചെണ്ണയിലല്ല. അപ്പോൾ കുറച്ചധികം നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ലോണം ചൂടായി വന്നാൽ നമുക്കതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്നങ്ങോട്ട് പൊട്ടി വന്നാൽ ശേഷം കുറച്ച് ഉലുവയാണ് ചേർത്ത് കൊടുക്കുക. കടുക്, ഉലുവ, പിന്നെ അതുപോലെ തന്നെ വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. ഇത് നേരെ അങ്ങ് നമ്മുടെ ആ ഒരു മാമ്പഴ പുളിശ്ശേരിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചിട്ട് കുറച്ച് സമയം അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും കേട്ടോ. ആ ഒരു നെയ്യൊക്കെ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് അതിങ്ങനെ ഇളക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാനത് ഫുള്ളായിട്ടിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയെന്ന് അറിയില്ല, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.